അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഈ QLS മീറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പ്രോഗ്രാം ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സിറാജ് ഉസ്താദ്, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ യൂസുഫ് കൊടിഞ്ഞി, അതുപോലെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ആദരണീയരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യവും രക്ഷയും സമാധാനവും വർഷിക്കുമാറാവട്ടെ. നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ QLS മീറ്റ് ഇന്ന് കാലത്ത് വിവിധ മത്സരങ്ങൾ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. നമ്മുടെ സഹോദരിമാർ വളരെ നല്ല പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെ അഭിനന്ദിക്കാതിരിക്കുവാൻ വയ്യ. അതുപോലെ ഇനിയിപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ കഴിവുകളും അവരുടെ ചിന്തകളുമൊക്കെ സമർപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. ഏതായിരുന്നാലും ആദ്യമായിട്ട് ഈ മഹത്തായ പരിപാടി ഇതിൽ പങ്കെടുക്കുന്ന, അതുപോലെ ഇതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായുമൊക്കെ ചെലവുകൾ ചെയ്യുന്ന, സഹകരിക്കുന്ന, സഹായിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും അർഹമുർറാഹിമീനായ റബ്ബ് അവർക്ക് ഉചിതമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഖുർആൻ ലേണിംഗ് സ്കൂൾ, QLS എന്ന് പറഞ്ഞാൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്നുള്ളതാണ്, അതിൻ്റെ ഷോർട്ടാണ്. ഈ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ റിയാദിൻ്റെ കീഴിൽ 3 ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ നമ്മൾ നടത്തുന്നു. ബത്തയിലും മലാസിലും അസീസിയയിലും സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് കുടുംബസഹിതം അതിൽ പഠിതാക്കളായിട്ട് വരുന്നു. പലരും അല്ലാത്തവരും വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാനെപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാനായിട്ട് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ നഷ്ടമായിരിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ന് കാലത്ത് ഇവിടെ നമ്മുടെ സഹോദരിമാർ അവരുടെ പല കഴിവുകളും ഖുർആനുമായി ബന്ധപ്പെട്ട അവരുടെ ചിന്തകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ പ്രകടിപ്പിച്ചു എന്ന്. ഖുർആൻ ലേണിംഗ് സ്കൂളിൻ്റെ അതിലെ പഠിതാക്കളും മറ്റൊക്കെ ആയിട്ടുള്ള നമ്മുടെ സഹോദരിമാർ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതായത് ഖുർആൻ പഠിക്കാനുള്ള ഏത് സാധാരണക്കാരനും ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരമാണല്ലോ ഈ ഖുർആൻ ലേണിംഗ് സ്കൂള്.
എങ്ങനെയാണ് മലയാളികൾക്കിടയിൽ കേരളക്കരയിൽ ഇങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം ഈ ആളുകൾക്ക് വന്നു ചേർന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, മല്ലം യഅരിഫുൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ച് അറിയാത്തവർക്ക് അവർക്ക് ലാ യഅരിഫുൽ ഇസ്ലാം, ഇസ്ലാം അവർക്കറിയാൻ സാധിക്കുകയില്ല യഥാർത്ഥ അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഇന്ന് 70 മുതൽ 100ഓളം വരുന്ന പഠിതാക്കൾ ഒക്കെ പഠിക്കുന്നുവെങ്കിലും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 30 കൊല്ലമൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി പറയുകയാണ്. എന്തായിരുന്നു കേരളക്കരയിലെ അവസ്ഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ മുമ്പുള്ള ആളുകളോട് ചോദിക്കണം. നമ്മുടെ മലയാളക്കരയിൽ ഖുർആനുമായിട്ട് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. വീടുകളിൽ കുടിയോത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. കുടിയോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്രി എന്ന് പറയപ്പെടുന്ന അദ്ദേഹം, മൊല്ലാക്ക, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെറ്റിലേക്ക് മുറുക്കി അത് തുപ്പി അങ്ങനെ വരുമ്പോൾ വല്യമ്മ വാതിൽ തുറന്നു കൊടുക്കും. അദ്ദേഹം അവിടെ ഉമ്മറത്ത് വെച്ച കിണ്ടി, ആ കിണ്ടിയിൽ നിന്ന് വെള്ളമൊഴിച്ച് കാല് കഴുകി മുറുക്കിയത് തുപ്പി അങ്ങനെ വീട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ മൂലയിൽ ഉയർന്ന തട്ടത്ത് ഒരു ഖുർആൻ തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കും. അതെടുത്തിട്ട് അദ്ദേഹം ഓതുകയാണ്. ഒരു ജുസോ അല്ലെങ്കിൽ അര ജുസോ ഓതും. അങ്ങനെ അദ്ദേഹം അത് ആ ഖുർആൻ്റെ തുണിയുടെ കവറിൽ തന്നെ കെട്ടി മടക്കി അത് അവിടെ തന്നെ വെച്ച് അദ്ദേഹം പോകും. അന്ന് പാടത്ത് നെല്ല് കൃഷി ചെയ്തിരുന്നു. നെല്ല് കൊയ്യുമ്പോൾ മൊല്ലാക്കാക്ക് ഈ കുടിയോത്തിൻ്റെ പ്രതിഫലമായിട്ട് ഇത്ര പറ നെല്ല് എന്നുള്ള നിലക്ക് കൊടുക്കുമായിരുന്നു. വീട്ടിലെ ഉമ്മയോ ഉമ്മൂമ്മയോ ഉപ്പയോ ആളുകളൊക്കെ ഖുർആൻ ഓതുക, അത് പഠിക്കുക, അങ്ങനൊരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, എത്രയോ സംഭവങ്ങൾ. കത്തപ്പുര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാലേ കബറടക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ തസ്ബീത്തൊന്നും അന്നില്ല. റബ്ബേ, മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ തോന്നിപ്പിച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണല്ലോ തസ്ബീത്ത്. അങ്ങനെയുള്ള തസ്ബീത്തൊന്നുമില്ല. പിന്നെന്താ? തൽഖീൻ, അറബിയിലുള്ള തൽഖീൻ. അതായത് മലക്കുകൾ വരും, വളരെ പരുഷന്മാരായ കറുകറുത്ത മലക്കുകൾ. അങ്ങനെ നിന്നെ പിടിച്ചിരുത്തും, ചോദ്യം ചോദിക്കും. അപ്പം അതിന് ഉത്തരം പറഞ്ഞതൊക്കെ അറബിയിൽ പറഞ്ഞു കൊടുക്കും. അതാ തെൽക്കീൻ. ഈ തെൽക്കീൻ ആരാ നടത്തുക? ഈ നേരത്തെ പറഞ്ഞ മൊല്ലാക്ക. അത് കഴിഞ്ഞ ഉടനെ അവിടെ കാലുകൾ നാട്ടുക. നല്ല മുളയുടെ കാലുകൾ ഉണ്ടാവും. എന്തിനാ കാല് നാട്ടുന്നത്? ഒരു ചെറിയ ടെൻ്റ് അവിടെ ഉണ്ടാക്കാൻ. പുര എന്ന് പറയും, കത്തപ്പുര. അതായത് കത്തം തീർക്കുന്ന പുര, അതാണ് കത്തപ്പുര. അങ്ങനെ ഈ കബറിന് മീതെ ഈ മൊല്ലാക്ക എന്ത് ചെയ്യും? 14 ദിവസം അല്ലെങ്കിൽ 40 ദിവസം, കൂടുതൽ പണം ഉണ്ടെങ്കിൽ, വലിയ പണക്കാരനും തറവാടൊക്കെ ആണെങ്കിൽ 40 ദിവസമൊക്കെ അവിടെ നിന്ന് ഖുർആനോദ്, യാമം മുറിയാതെ ഖുർആനോദ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ റിലേ ഓട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ഇടമുറിയാതെ ഖുർആനോദുക. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഖുർആൻ പറയുന്നുണ്ടല്ലോ, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതകളെ പോലെ, അതാണ് അവരുടെ ഉപമ. അതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ആകാനായിട്ട് പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ രൂപത്തിൽ ആ അവസ്ഥയായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇതായിരുന്നു. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മുടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ അവർ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിക്കണ്ട. നമ്മളെ കേരളക്കരയിൽ ഇറങ്ങിയൊരു ഗ്രന്ഥം, ഒരു പുസ്തകം, അതിൻ്റെ പേരെന്താ അറിയോ? തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ. തഹ്ദീർ എന്ന് പറഞ്ഞാൽ അർത്ഥം ജാഗ്രത കൈകൊള്ളുക, സൂക്ഷ്മത കൈകൊള്ളുക.
എന്തെന്ന് ഖുർആൻ പരിഭാഷയിൽ നിങ്ങൾ പിന്നെ മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ എല്ലാ സഹോദരങ്ങളും അത് പഠിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ നിന്നുമൊക്കെ ജാഗ്രത കൈകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ. അതിനകത്ത് എന്താ എഴുതി വെച്ചത്? ഖുർആൻ പഠിക്കല് ഒരാളുടെയും ബാധ്യതയല്ല, അത് പുണ്യകർമ്മമല്ല, നിർബന്ധമായും ഓതേണ്ട ഫാത്തിഹ പോലും പഠിക്കല് ഒരു പ്രത്യേക സുന്നത്ത് പോലുമില്ല എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ് അതിനകത്ത് എഴുതി വെച്ചത്. അന്ന് ആളുകൾ, മുസ്ലിം കുട്ടികൾ, പുരുഷന്മാർ, പിന്നെ ആൺകുട്ടികൾ തന്നെ സ്കൂളിലൊക്കെ പോകുന്നത് കുറവാണ്. പലയിടത്തും ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം, ആ അവസ്ഥയിൽ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുമല്ലോ, ചെലവ് കിട്ടുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് എന്ത് ചെയ്യും? ഈ ദർസിന് കുട്ടികളെ പറഞ്ഞേക്കും. ദർസ്, പള്ളി ദർസ് എന്ന് പറയുമല്ലോ, അതാണ് മതം പഠിക്കാനുള്ള കേന്ദ്രം. പള്ളി ദർസിൽ ഖുർആൻ പഠിക്കുമോ? ഇല്ല. അവിടെ എന്താ പഠിക്കുക? അവിടെ പഠിക്കുന്നത് സഞ്ചാൻ, മീസാൻ, നൂറുൽ അബ്സാർ, ഫതുൽ മുഈൻ പോലെയുള്ള പിന്നെ അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഫിഖ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും. അതൊക്കെ മനസ്സിലായാലും ഇല്ലെങ്കിലും മാന്തി ചൊറിഞ്ഞ് ആടി അങ്ങനെ പഠിക്കുക. അതായിരുന്നു അവരുടെ അവസ്ഥ. കുറേ കൊല്ലം പഠിച്ചാൽ അവർ അറബി ഭാഷയിലെ ചില തത്വങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഖുർആൻ്റെ വചനങ്ങൾ പറയും, പഠിക്കും എന്നുള്ളതാണ്. അതായിരുന്നു അവസ്ഥ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധമുണ്ടായിരുന്നില്ല. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അന്നത്തെ അവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ഖുർആൻ പഠിക്കൂല എന്ന് മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിലായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ പുതിയാപ്പിള പോകുമ്പോൾ മൊട്ടയടിച്ചിട്ടാണ് പോയിരുന്നത് എന്നുള്ളതാണ്. മൊട്ടയടിച്ച് പോയിരുന്നു എന്ന് മാത്രം. ഇന്നിപ്പോൾ മൊട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പം അന്ന് എന്താണ് മൊട്ടയടിക്കൽ മുസ്ലിങ്ങൾക്ക് സുന്നത്താണ്, പ്രത്യേകിച്ച് കല്യാണം എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സന്ദർഭത്തിൽ ആ രൂപത്തിൽ പോകണം എന്നുള്ള. ഇനി അത് മാത്രമല്ല, ഈ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണമല്ലോ, മഹർ നിർബന്ധമാണല്ലോ. മഹർ കൊടുക്കൂല, മഹർ കൊടുക്കും, മഹർ ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ട് ആ മഹർ പെണ്ണിന് കൊടുക്കൂല. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പൊരുത്തപ്പെടിക്കുക. അങ്ങനെ എത്രയോ കുടുംബത്തിൽ കഴിഞ്ഞു പോയിരുന്നു എന്നുള്ള പൊരുത്തപ്പെടിക്കുക. നിനക്ക് മഹർ തന്നിട്ടില്ല, അത് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു ചെറിയ ബോധമുണ്ട്, പടച്ചോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് ഹക്കല്ലേ, അത് കൊടുത്തില്ലെങ്കിൽ ശിക്ഷിക്കും എന്നുള്ള നിലയ്ക്ക്. ആ രൂപത്തിൽ അന്ധവിശ്വാസങ്ങളും അധർമ്മവും നമ്മുടെ സമൂഹത്തിൽ കൊടികുത്തി വാണിരുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ ഖുർആൻ ചിന്തകളുമായി കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മൺമറഞ്ഞ മഹാരഥന്മാർ കടന്നു വരുന്നത്. അവർ ഖുർആൻ ക്ലാസുകൾ നടത്തി, മെഴുകുതിരി കത്തിവെച്ച് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ട്, അതുപോലെ പെട്രോൾ മേക്സ് കത്തിച്ചു വെച്ചിട്ട്, ചെറിയ കടകളുടെ മുകളിലും അതുപോലെ ചെറിയ ഷെഡുകളിലും വീടുകളിലുമൊക്കെ എന്ത് ചെയ്തു? ആളുകളെ വിളിച്ചുകൂട്ടി ആയത്തോതി ക്ലാസ് എടുത്ത് പരിഹസിച്ചു. ഖുർആൻ ക്ലാസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ആരോപണങ്ങളും പിന്നെ പ്രതിഷേധങ്ങളുമായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളെ കാഫിർ എന്ന മുദ്രകുത്തിയില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ടല്ലോ, ആ ക്ലാസ്സുകൾ വഴി ഒരുപാട് മാറ്റങ്ങൾ, കാരണം ഖുർആൻ കേട്ടാൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ധാരാളം റാത്തീബുകളും കുത്താറാത്തീബുകളും മാലകളും മൗലൂദുകളും ഒക്കെ നടത്തിയിരുന്ന സമൂഹം, അവരോടാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹു പോരേ എന്നുള്ള ഖുർആന്റെ ആയത്ത് NV അബ്ദുസ്സലാം മൗലവി അരീക്കോട്, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്ന ആയത്ത് കേട്ടിട്ടാണ് അരീക്കോടുള്ള ഒരു ഹാജിയാർ, അദ്ദേഹം ജാറത്തിൻ്റെ അതുപോലെ ഇതുപോലെയുള്ള റാത്തീബിൻ്റെ ആളായിരുന്നു.
അദ്ദേഹം ഉസ്താദിനോട് ചെന്ന് ചോദിച്ചു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അള്ളാഹു മതിയായവനല്ലേ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ജാറത്തിൽ കിടക്കുന്ന ഉപ്പാപ്പയുടെ പൊരുത്തത്തിനും ബറക്കത്തിനും വേണ്ടി പോകുന്നത്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസ്സുകൾ മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ടിരിക്കുകയാണോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ എന്ന് പറയുന്നത് അത്ഭുതമാണ് പ്രിയമുള്ളവരെ. അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ത്വാഹ ഹുസൈൻ എന്ന് പറയുന്ന അറബി സാഹിത്യകാരനോട് ചോദിക്കുകയുണ്ടായി ഖുർആനിനെ സംബന്ധിച്ച്, ഹലിൽ ഖുർആനു ശിഅറുൻ അം നസർ, ഖുർആൻ ഗദ്യമാണോ പദ്യമാണോ? അദ്ദേഹം പറഞ്ഞു, ലാ ഹുവ ശിഅറുൻ വലാ നസറുൻ ബൽ ഹുവ ഖുർആൻ. അത് ഗദ്യമല്ല പദ്യമല്ല, അത് ഖുർആനാണ്. ഖുർആനിന് തുല്യം ഖുർആൻ തന്നെയാണ്. ഖുർആനിൽ ചരിത്രമുണ്ട്, ദാർശനികതയുണ്ട്, തത്വസംഹിതകളുണ്ട്, അതിനകത്ത് കലയുണ്ട്, സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സംസ്കാരമുണ്ട്, അതില് സാന്ത്വനങ്ങളുണ്ട്, അതില് താക്കീതുകളുണ്ട്, അതില് സുവിശേഷങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ ഭാഷാ സൗന്ദര്യമുണ്ട്. അറബി സാഹിത്യത്തില് സജ എന്ന് പറയും ബലാഗയിൽ, അതായത് 2 സെന്റൻസുകൾ, 2 ജുംലകൾ, അതിൻ്റെ അവസാന ഭാഗത്ത് ഒരേ സ്വര രൂപം വരുന്ന പദങ്ങൾ. വല്ലുഹാ വല്ലൈലി നിങ്ങൾ ഓതി നോക്കൂ, അലം നശ്റഹ് ഓതി നോക്കൂ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ അതൊക്കെ ഓതി നോക്കൂ. എന്തൊരു ഭാഷാ സൗന്ദര്യമാണ്, എന്തൊരു സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉച്ചകോടിയിലാണ് വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നത്. സഹോദരങ്ങളെ, ആ ഖുർആൻ മുറുകെ പിടിച്ചാൽ മാത്രമാണ് പരലോകത്ത് വിജയമുണ്ടാവുകയുള്ളൂ. ഖുർആൻ പഠിക്കുക, അതിനായിട്ട് സമയം കണ്ടെത്തുക. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. 2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സഹോദരൻ സലീമാഷിന്റെ ഭാര്യാപിതാവ് മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, നമ്മുടെയൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, മാതാപിതാക്കൾ, അതുപോലെയുള്ള ആളുകൾ. അതുപോലെ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിയുടെ ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്തത് നമ്മുടെ QLSന്റെ കൺവീനറായിട്ടുള്ള നമ്മുടെ ഫസൽ റഹീം സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു, നിക്കാഹായിരുന്നു. അതിൻ്റെയൊക്കെ ആ സന്തോഷത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ഈ നന്ദി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.